ഹായ്, നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുള്ള റോഡുകളടക്കമുള്ള സംവിധാനങ്ങൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ച കാര്യം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി 1999 യഥാർത്ഥത്തിൽ സ്ഥാപിതമായി. പക്ഷേ 2016 നവംബർ മുതലാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേരളത്തിലെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇപ്പോഴുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെല്ലാം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റോഡുകൾ, പാലങ്ങൾ, വലിയ പദ്ധതികൾക്കുള്ള കെട്ടിടങ്ങൾ ഒക്കെ, സ്കൂളുകൾ അടക്കമുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് കിഫ്ബി വഴിയാണ്. അപ്പോൾ കിഫ്ബി എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? അത് പൊതുമേഖലാ സംരംഭങ്ങളിൽ നിന്ന്, നബാർഡ് അടക്കമുള്ള പൊതുമേഖലാ സംവിധാനങ്ങളിൽ നിന്നും വായ്പകൾ എടുത്തുകൊണ്ടാണ്. പൊതുമേഖല മാത്രമല്ല, മസാല ബോണ്ടുകൾ വഴി നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടും കിഫ്ബി അതിൻ്റെ ഫണ്ട് കണ്ടെത്തുകയും ആ ഫണ്ട് കണ്ടെത്തി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ 2017 മുതൽ കേരളത്തിലെ ബജറ്റ് വഴി കേരളത്തിൽ സമാഹരിക്കുന്ന നികുതി വരുമാനത്തിന്റെ, അതിൽ പ്രത്യേകിച്ച് റോഡ് ടാക്സിന്റെ 50%, പ്രത്യേകമായ പെട്രോളിയം സെസ് അടക്കമുള്ള സെസ്സുകൾ വഴി ശേഖരിക്കുന്ന ഫണ്ടുകളും എല്ലാം കിഫ്ബിയുടെ തിരിച്ചടവിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി സ്ഥാപിക്കപ്പെടുകയും അതിന്റെ പ്രവർത്തനം 2016 മുതൽ ശക്തിപ്പെടുകയും ചെയ്ത സമയത്ത് കേരളത്തിൽ എല്ലാവരും ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു, ഭാവിയിൽ കിഫ്ബി വഴിയുള്ള സേവനങ്ങൾക്ക് തിരിച്ചടവ് സമയത്ത് അതിൻ്റെ ടോളുകളടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരില്ലേ എന്നത്. ഇപ്പോൾ 50 കോടിക്ക് മുകളിൽ ഉള്ള പദ്ധതികൾക്കാണ് യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുന്നത്. ടോൾ എന്ന പേര് സർക്കാർ പറയുന്നില്ല, പകരം യൂസേഴ്സ് ഫീ എന്നാണ് പറയുന്നത്. അതേസമയം 2019 ജൂൺ മാസം 14 കേരള നിയമസഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞ മറുപടി, കിഫ്ബി ഒരിക്കലും ടോൾ ഏർപ്പെടുത്തുകയില്ല എന്നാണ്. കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPMന്റെ അടിസ്ഥാനപരമായ സമീപനവും ടോളുകൾ വേണ്ടതില്ല എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് CPM തന്നെ 5% ടോൾ ടാക്സ് വർദ്ധിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയിരുന്നു. അന്നത്തെ മോഡി സർക്കാർ അത്തരം സമീപനങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ടോളിന്റെ ടാക്സ് ഉയർത്തുകയാണ് എന്ന സമീപനങ്ങൾ സ്വീകരിച്ചുവെന്ന് CPM തന്നെ പറഞ്ഞു. CPMന്റെ അടിസ്ഥാനപരമായ നയം ടോൾ വേണ്ടതില്ലായിരുന്നു. അതേ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് ഇപ്പോൾ യൂസേഴ്സ് ഫീ എന്ന പേരിൽ കേരളത്തിൽ ടോൾ ഏർപ്പെടുത്തും. ഇപ്പോൾ കിഫ്ബിയുടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ 50 കോടിക്ക് മുകളിൽ വരുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ നീളമുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ ടോൾ ഏർപ്പെടുത്തും. കേരളത്തിൽ നിരവധി റോഡുകളും പാലങ്ങളും കിഫ്ബി പണിഞ്ഞിട്ടുണ്ട്. ആ റോഡുകളും പാലങ്ങളും എല്ലാം ടോളുകൾ ഏർപ്പെടുത്തിയാൽ കേരളത്തിൽ ടോളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴിയും ഉണ്ടാവുകയും കേരളത്തിലെ യാത്രാ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിഭീകരമാവണ്ണം സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ഒക്കെ ഇത് ബാധിക്കും. കിഫ്ബിക്കായിട്ട് ടോൾ ബൂത്ത് ഇല്ലാതെ ടോൾ പിരിക്കുമെന്നതാണ്, AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടോൾ പിരിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ടോളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. ഏതായാലും കിഫ്ബി ടോൾ പിരിക്കുമ്പോൾ ആ ടോൾ കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ കിഫ്ബിയെ വെച്ചത് തന്നെ, കിഫ്ബി എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഒന്നാം പിണറായി സർക്കാർ തീരുമാനിച്ചത് തന്നെ കേരളത്തിൻ്റെ ബജറ്റിന് പുറമേയുള്ള വരുമാനം ഉണ്ടാക്കുക, കടമെടുപ്പ് പരിധി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മറ്റൊരു കേരള സംസ്ഥാനത്തിനാകെ കേന്ദ്രം അനുവദിക്കുന്ന കടമെടുപ്പ് പരിധിയുടെ മുകളിൽ മറ്റൊരു സംവിധാനം ഉപയോഗിച്ച് കൂടുതൽ കടമെടുക്കുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 90% കേരളത്തിൻ്റെ വരുമാനത്തെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും വീണ്ടും കടം വാങ്ങുകയും കടം വീട്ടുകയും ചെയ്യുന്നത് ഭീകരമായ കടക്കണിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കിഫ്ബിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കാരണം കിഫ്ബിയുടെ സംവിധാനങ്ങൾ നിലവിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന സംവിധാനമല്ല. ഇതിനപ്പുറത്തേക്ക് പണം സമാഹരിക്കാനും ചെലവഴിക്കുവാനുമുള്ള ഒരു മാർഗം കൂടിയാണ് കിഫ്ബി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കിഫ്ബിയിൽ നിന്നാണ് ചെയ്യുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ചിത്രം അതിൻ്റെ സമീപത്ത് കൊണ്ടുവെക്കും എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊതുമരാമത്ത് വകുപ്പിന് പണിയില്ല. അതുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ എല്ലായിടത്തും നമുക്ക് ഫ്ലെക്സുകളിലും പരിപാടികളിലും കാണാൻ കഴിയുന്നത്. ആ പൊതുമരാമത്ത് വകുപ്പിന് പണിയില്ലാതാക്കിക്കൊണ്ട് കിഫ്ബി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾക്കെല്ലാം വലിയ തോതിൽ യൂസേഴ്സ് ഫീ ഈടാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ റോഡുകൾക്കും ടാക്സ് കൊടുക്കണം, പെട്രോൾ അടിക്കുമ്പോൾ ടാക്സ് കൊടുക്കണം, മറ്റെല്ലാ തരത്തിലും ടാക്സ് കൊടുക്കണം, ഇതിന് സെസ്സും കൊടുക്കണം. ഇതെല്ലാം കിഫ്ബിക്ക് പോവുകയും അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ആ ടാക്സ് വഴി ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ കിഫ്ബിയുടെ പേരിൽ അതിന് വീണ്ടും യൂസേഴ്സ് ഫീ കൊടുക്കണം എന്നതാണ്. ജനങ്ങളുടെ മേൽ ഇരട്ടി ഭാരമാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ മറവിൽ കേരളത്തിലെ ജനങ്ങളുടെ പിരടിക്ക് ഭാരം വലിച്ചു കയറ്റുകയും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുകയായിരിക്കും കിഫ്ബിക്ക് ടോൾ ഏർപ്പെടുത്തിയാൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സാമാന്യ ബോധമുള്ള മനുഷ്യരെല്ലാവരും കിഫ്ബിക്ക്
യുടെ പദ്ധതികളിൽ ടോൾ ചുമത്തുന്നതിന്, പ്രത്യേകിച്ച് റോഡ്, പാലം പോലെയുള്ള പൊതു ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ടോൾ ചുമത്തുന്നതിനെതിരെ ശക്തമായി യൂസേഴ്സ് ഫീ എന്ന പേരിലായാലും മറ്റേത് പേരിലായാലും ടോൾ ചുമത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വരേണ്ടത് ജനാധിപത്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കുന്ന സമീപനങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ട ആവശ്യമാണ്.